എല്ലാവർക്കും മെലഡി വിത്ത് കുക്കിങ്ങിലേക്ക് സ്വാഗതം. വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ആ ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ഹായ് കൂട്ടുകാരെ, മെലഡി വിത്ത് കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ഫിഷ് ബിരിയാണി ആയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. പാചകത്തിലേക്കൊക്കെ പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനലൊക്കെ കണ്ട് നിങ്ങൾക്ക് പാചകങ്ങൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും എല്ലാവരും ഒന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തൊക്കെ വിടണേ. അപ്പം ഞാനിന്നിവിടെ 1/2 കിലോ ചൂരമീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തലയും മുള്ളു ഭാഗങ്ങളും കട്ടി കുറഞ്ഞ ഭാഗങ്ങളെല്ലാം മാറ്റി കുറച്ച് പീസാക്കി എടുത്ത മീനാണ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. ഒരു 300-350 ഗ്രാമിനടുത്ത് ഇതുള്ളൂ. അപ്പോൾ ഇതിൻ്റെ കൂടെ അരി ജീരകശാല അരിയാണ്. ഇതൊരു 1.5 കപ്പ് അരിയും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്തിട്ടാണ് ഇന്ന് ഞാനൊരു അടിപൊളി ബിരിയാണി തയ്യാറാക്കുന്നത്. അതിന് വേണ്ട ബാക്കി സാധനം നമ്മളിവിടെ 3 സവോള എടുത്ത് വെച്ചിട്ടുണ്ട്. അല്പം വറുത്തിടാനും വേണം നമുക്ക് സവോള. അതുകൂടാതെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. 3 പച്ചമുളക് ചതച്ച് വെച്ചിട്ടുണ്ട്. ഒരു തക്കാളി ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരല്പം പെരിഞ്ജീരകവും കുരുമുളകും കൂടെ പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇത് നമുക്ക് മീൻ പുരട്ടി വറുക്കാനുള്ളതാണ്. കൂടാതെ ബിരിയാണിക്ക് വേണ്ട മസാലയ്ക്കായിട്ട് നമ്മൾ കുറച്ച് പെരിഞ്ജീരകം, അല്പം കുരുമുളക്, ഗ്രാമ്പു, പട്ട, ഏലക്ക, തക്കോലം, അതുപോലെ ജാതിക്ക, ഒരു 2 ചെറിയ കഷ്ണം ജാതിക്ക, ഒരു ജാതിപത്രി, ഇത്രയും സാധനം നമ്മൾ ചൂടാക്കി വെച്ചിരിക്കുന്നതാണ്. ഇത് പൊടിച്ചെടുക്കണം. ഇത് നമ്മൾ ബിരിയാണിക്ക് ആവശ്യമായ രീതിക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, അതുപോലെ ഉപ്പ്, നാരങ്ങാനീര്, അല്പം തൈര് വേണം. പിന്നെ നമ്മൾ ബിരിയാണി ആകുമ്പോഴത്തേക്ക് അല്പം മല്ലിയിലയൊക്കെ ആവശ്യമുണ്ട്. അതുകൂടാതെ ഓയിലിനകത്താണ് ഞാനിതുണ്ടാക്കുന്നത്. ഓയിലും നെയ്യും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഈ ബിരിയാണി തയ്യാറാക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ അതൊക്കെ പാചകത്തിലേക്കൊക്കെ നമുക്ക് പോകാം. എടുത്തു വെച്ച മീനിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ചെടുത്തിട്ടിട്ടുണ്ട്. പിന്നെ ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, നമ്മൾ എടുത്തു വെച്ച പെരിഞ്ജീരകം കുരുമുളക് ചതച്ചത്, അതുപോലെ ഒരല്പം നാരങ്ങാനീര്, ഇത്രയും സാധനം ഇട്ടിരിക്കുകയാണെങ്കിൽ ഇത് നന്നായിട്ട് നമുക്ക് ഇളക്കി മസാലയൊക്കെ പിടിപ്പിക്കാം. എടുത്തു വെച്ച മീനിലേക്ക് ആ മസാലയെല്ലാം നന്നായിട്ട് ഞാൻ കൈകൊണ്ട് തന്നെ തിരുമ്മി പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 5-10 മിനിറ്റ് ഇത് ഇരിക്കട്ടെ. അത് കഴിഞ്ഞ് നമുക്കിത് വറുത്തെടുക്കണം. ഇനി ബാക്കി വഴറ്റാനൊക്കെയുള്ള കാര്യങ്ങൾ നോക്കാം നമുക്ക്. ഞാനിവിടെ സ്റ്റൗ ഓണാക്കി ചോറ് വേവിക്കാനുള്ള ഒരു കലം വെച്ചു. അതിലേക്ക് നമ്മൾ അളന്ന് വെള്ളം ഒഴിച്ചിരിക്കുകയാണ്. 1.5 കപ്പ് അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്ന രീതിക്ക് നമ്മളിത് വറ്റിച്ചെടുക്കാൻ പോവുകയാണ്, ഊറ്റിക്കളയുന്നില്ല. അപ്പോൾ 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം ആദ്യം ഒഴിച്ച്, പിന്നെ 1/2 കപ്പിന് ഞാൻ ഒരു കപ്പ് തന്നെ എടുത്തിട്ടുണ്ട്. 1/4 കപ്പായിട്ട് എടുക്കുന്നില്ല, 1 കപ്പ് തന്നെ വെള്ളം എടുത്തിട്ടുണ്ട്. അങ്ങനെ അത്രയും വെള്ളം നമ്മൾ ഉപ്പ് ഇട്ട് ഒരല്പം എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതുപോലെ മസാലക്കൂട്ട്, ഒരു കഷ്ണം പട്ട, 2 ഗ്രാമ്പു, തക്കോലത്തിൻ്റെ ഒരു ഇതള്, ഒരല്പം പെരിഞ്ജീരകം, അതുപോലെ ലേശം നാരങ്ങാനീര്, ഉപ്പ് ഞാൻ പറഞ്ഞായിരുന്നു, ഉപ്പ്, ഇത്രയും സാധനങ്ങളിട്ട് നന്നായിട്ട് വെട്ടി തിളപ്പിച്ച് കഴിയുമ്പോൾ നമുക്ക് അരി കഴുകി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് സിമ്മിലിട്ട് ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. പെട്ടെന്ന് തന്നെ വേഗം, ജീരകശാല അരി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഇനി വെള്ളമൊക്കെ തിളച്ച് വരട്ടെ. വെള്ളം ഇവിടെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഈ സമയം നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അരി വെള്ളമൊന്നുമില്ലാതെ ഊറ്റി നമ്മുടെ കലത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അരി മുഴുവനായി നമ്മൾ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നല്ലൊരു തിള വന്നു കഴിയുമ്പോൾ നമുക്കിത് സിമ്മിലാക്കി അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് സിമ്മാക്കി കൊടുത്തിട്ട് ഒരടപ്പ് കൊണ്ട് പതുക്കെ അടച്ചു കൊടുക്കാം. ഇനി ബാക്കി വഴറ്റാനുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പം ഞാനിനി മീൻ വറുക്കാനുള്ള പണി നോക്കുവാണ്. നമ്മുടെ ചീനിച്ചട്ടി അടുപ്പിൽ വെച്ച് ചട്ടി ചൂടായപ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്കും മീൻ പെറുക്കിയിട്ടൊന്ന് വറുത്തെടുക്കാം. ചൂടായ എണ്ണയിലേക്ക് നമ്മൾ ചൂരക്കഷ്ണങ്ങൾ പെറുക്കി അടുക്കിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഒരു സൈഡൊന്ന് അത്യാവശ്യം ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്കും നമുക്ക് മറിച്ചിട്ട് കൊടുക്കണം. ഒരുപാട് മൊരിഞ്ഞു പോകരുത്. അപ്പോൾ ഇത് നമ്മുടെ കഷ്ണങ്ങളെല്ലാം ഒത്തിരി
ഹാർഡായി പോകും, അതായത് കട്ടിയായി പോയി കഴിഞ്ഞാൽ നമ്മുടെ ബിരിയാണിയിൽ വരുമ്പോൾ അതിനൊരു ടേസ്റ്റ് ഉണ്ടാകത്തില്ല. ഒരു സോഫ്റ്റ് ആയിട്ടിരിക്കണം. ആ രീതിക്ക് വേണം നമ്മൾ മീൻ വറുത്തെടുക്കാനായിട്ട്. അപ്പോൾ ഇനി ഇത് ഒരു സൈഡൊന്ന് വെന്ത് വരട്ടെ. ചോറിൻ്റെ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വെന്തൊക്കെ വന്നിട്ടുണ്ട്. ഈ സമയം ഞാൻ അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. തീയൊക്കെ ഓഫ് ചെയ്തിരിക്കുവാണ്. നമുക്ക് അടച്ച് തന്നെ വെച്ചേക്കാം. മീൻ ഒരു സൈഡ് വെന്ത് കഴിഞ്ഞ് ഞാനത് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് അങ്ങ് കരിഞ്ഞു മുരിഞ്ഞൊന്നും പോയിട്ടില്ല. അപ്പോൾ ഇനി അപ്പുറേ സൈഡ് കൂടെ ഒന്ന് വെന്ത് വരട്ടെ. ചൂരമീൻ ഇതുപോലെ ഞാൻ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഒരുപാട് മുരിഞ്ഞൊന്നും പോയിട്ടില്ല. ഇനി നമുക്ക് മീൻ വറുത്ത അതേ ഉരുളിയിൽ തന്നെ നമുക്ക് ഇതിനുള്ള ഗ്രേവി തയ്യാറാക്കണം. ഇതെല്ലാം വഴറ്റി കൊടുക്കണം. അപ്പം ഞാനിവിടെ മീൻ വറുത്ത എണ്ണ ബാലൻസ് ഉണ്ടായിരുന്ന അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എണ്ണയൊക്കെ ചൂടായിരിക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് ആകും. കൂട്ടത്തിൽ തന്നെ നമുക്ക് സവോളയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചൂടായപ്പോൾ അതിലേക്ക് സവോള ഇട്ട് കൊടുത്തു. നമ്മൾ ചതച്ച് വെച്ച 3 പച്ചമുളകും ഉള്ളി വഴറ്റാൻ ആവശ്യമായ ഉപ്പും കൂടെ ഇട്ടിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് കാണും. സവോള ഒന്ന് വാടിയപ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചാൽ ഒരു തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെച്ച് നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവോളയും തക്കാളിയൊക്കെ ഏകദേശം വാടി വന്നിട്ടുണ്ട്. ഈ സമയം തന്നെ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ നമ്മൾ ആ മസാലക്കൂട്ടെല്ലാം കൂടെ ചൂടാക്കി പൊടിച്ചത് 1 ടീസ്പൂൺ നിറച്ച്, ഇത്രയും സാധനം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. മസാലയെല്ലാം നമ്മൾ ആ ഉള്ളിയിലൊക്കെ നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഒരു 2 മിനിറ്റത്തേക്ക് കൂടെ നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. മസാലയൊക്കെ നന്നായിട്ട് മൂത്ത മണം വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയം നമുക്കത് ഒരു 1.5 ടേബിൾ സ്പൂൺ തൈര്, അധികം പുളിയില്ലാത്ത തൈര് കൂടെ ഇതിനകത്ത് ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കും. നമ്മളൊരല്പം വെള്ളം കൂടെ ആ തൈരെടുത്ത പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. അതുകൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മസാലയും ഇതെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സായി വരാനാണ്. നമ്മുടെ ഗ്രേവി നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഈ സമയം നമുക്കൊരു സാധനം ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. നമ്മുടെ മീൻ ബിരിയാണി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരു കഷ്ണം ചൂര, ഒരു ചെറിയ കഷ്ണം ചൂര ഇതുപോലെ കുരുകുരാന്ന് അരിഞ്ഞിട്ടുണ്ട്. ഇതുകൂടെ നമുക്ക് ഈ ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഗ്രേവിക്ക് ഒന്നുകൂടെ നല്ല മീനിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ കിട്ടും. ഈ സമയം നമ്മൾ ഉപ്പും എരിവും ഒക്കെ ചെക്ക് ചെയ്യണം. ബിരിയാണി ആയതുകൊണ്ട് തന്നെ ഒരുപാട് എരിവ് ഞാൻ വാരി ഇട്ടിട്ടില്ല. കാശ്മീരി മുളകാണ്, ആ പച്ചമുളക് 3 എണ്ണം ഇട്ടതും പിന്നെ ഒരു അല്പം കുരുമുളക് മസാലയിലൊക്കെ വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ എരിവായിട്ട് വന്നിരിക്കുന്നത്. ഇനി ഇത് വീണ്ടും നമ്മളൊന്ന് അടച്ചു വെച്ച് വേവിക്കും. ഇവിടെ മസാലയൊക്കെ ഏകദേശം നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഈ സമയം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വറുത്ത് വെച്ച ചൂരമീൻ കഷ്ണം നമ്മുടെ ഈ ഗ്രേവിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് പതുക്കെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് വീണ്ടും നമുക്ക് 1 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. നന്നായി നമ്മൾ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. 1 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് ഒന്നുകൂടെ ഒന്നത് റോസ്റ്റാക്കി എടുക്കാം. ഗ്രേവിയൊക്കെ ഏകദേശം ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഈ സമയം നമുക്ക് കുറച്ച് മല്ലിയില കൂടെ ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. മല്ലിയിലയിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഞാനിത് തീ ഇപ്പോൾ തൽക്കാലത്തേക്ക് ഓഫ് ചെയ്യുകയാണ്. നമ്മുടെ ഗ്രേവി ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് സെറ്റ് ചെയ്യാം. മീൻ മസാലയിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ചോറ് ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. മീൻ മസാലയിലേക്ക് നമ്മൾ ചോറ് നിരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മല്ലിയില കൂടെ ഇതിൻ്റെ മേളിലൊന്ന് വിതറി കൊടുക്കണം.
നമ്മൾ മല്ലിയില ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ കുറച്ച് സബോള ഇവിടെ ഇതുപോലെ വറുത്ത് വെച്ചിട്ടുണ്ട്, അതുകൂടെ ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ വറുത്തതും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ബിരിയാണിയിലേക്ക് വറുത്ത് വെച്ച സവോള, അണ്ടിപ്പരിപ്പ്, മുന്തിരി, അതുപോലെ നമ്മൾ ലേശം നെയ്യ് എല്ലായിടും ഇട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. കൂടാതെ നമ്മൾ ആ പൊടിച്ച മസാലപ്പൊടിയുടെ ഒരല്പം എല്ലായിടും ഒന്ന് വിതറി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഒന്ന് ആവി ഒന്ന് കയറി വരണം. ആ മീൻ മസാലയൊക്കെ ഈ ചോറിലേക്കൊന്ന് ആവിയായിട്ട് കയറി വരുമ്പോഴാണ് നമ്മുടെ ബിരിയാണി ഇവിടെ റെഡിയായി കഴിയും. നമ്മുടെ മീൻ ബിരിയാണി ഇവിടെ ചെറിയ രീതിയിൽ നമ്മുടെ മീൻ ബിരിയാണി സെറ്റാകാൻ വേണ്ടി ഞാനൊരു ദോശക്കല്ല് ചൂടാക്കി അതിലേക്ക് നമ്മുടെ ബിരിയാണി പാത്രം എടുത്ത് വെച്ച് നന്നായിട്ട് അടച്ച് ഒന്ന് ടൈറ്റായിട്ടിരിക്കാൻ വേണ്ടി ഒരു ഇടികല്ലും കൂടെ അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 5-10 മിനിറ്റ് സിമ്മിലൊന്ന് ആവിയൊക്കെ കയറി വരണം. ആ മീൻ മസാലയൊക്കെ നമ്മുടെ റൈസിലേക്കൊക്കെ കയറി നല്ല സെറ്റായി വരാൻ വേണ്ടിയാണ് ഇങ്ങനെ വെക്കുന്നത്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ ബിരിയാണി ഇവിടെ ഒരു പാത്രത്തിലൊക്കെ എടുത്തിട്ട് കാണാം. അപ്പം നമ്മുടെ ബിരിയാണിയൊക്കെ ദോശക്കല്ലിൽ നിന്നൊക്കെ ഞാൻ മാറ്റിയിട്ടുണ്ട്. അത്യാവശ്യം ആവിയൊക്കെ നന്നായിട്ട് കയറി സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റിലെടുത്തിട്ട് കാണാം. അങ്ങനെ നമ്മുടെ വെടിക്കെട്ട് മീൻ ബിരിയാണി ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഞങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി, സൂപ്പറാണ്. ചിക്കൻ പീസ് കിടക്കുന്ന പോലെയൊക്കെ നമ്മുടെ ചൂരക്കഷ്ണം ഇവിടെ കിടപ്പുണ്ട്. അതിൻ്റെ കൂടെ ഒരു പപ്പടവും വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ സാലഡും തയ്യാറാക്കി. എങ്ങനെയുണ്ട് എൻ്റെ ഈ കുട്ടിപ്പാചകം? നിങ്ങൾക്ക് ഇഷ്ടമായോ? അപ്പം ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്തവർ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ടേസ്റ്റാണ്. ഇതുപോലെ മാംസ കഷ്ണം ആയിട്ടുള്ള മീൻ എടുത്താലായിരിക്കും നല്ലത്, അല്ലെങ്കിൽ ചെമ്മീൻ വല്ലതും ആയിരിക്കണം. ഉള്ളുള്ള മീൻ കഴിവതും മീൻ ബിരിയാണിക്ക് എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. മറ്റൊരു അടിപൊളി വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ.